സങ്കീർത്തനങ്ങൾ 25. യഹോവേ, ഞാൻ എന്റെ ആത്മാവിനെ നിന്നിലേക്ക് ഉയർത്തുന്നു. എന്റെ ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എനിക്ക് ലജ്ജ വരുത്തരുതേ, എന്റെ ശത്രുക്കൾ എന്നെ ജയിച്ച് സന്തോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്നവരാരും ലജ്ജിക്കയില്ല, കാരണം കൂടാതെ ദ്രോഹിക്കുന്നവർ ലജ്ജിക്കുമല്ലോ. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തുകയും എന്നെ ഉപദേശിക്കുകയും ചെയ്യുക. നീ തന്നെയാണ് എന്റെ രക്ഷയുടെ ദൈവം, ഞാൻ ദിനംപ്രതി നിന്നെ കാത്തിരിക്കുന്നു. യഹോവേ, നിന്റെ കരുണയും നിന്റെ ദയയും ഓർക്കേണമേ, അവ പുരാതനകാലം മുതൽ ഉള്ളവയല്ലോ. എന്റെ യൗവനത്തിലെ പാപങ്ങളും എന്റെ അതിക്രമങ്ങളും ഓർക്കരുതേ, നിന്റെ ദയാനുസരിച്ച് എന്നെ ഓർക്കേണമേ, യഹോവേ, നിന്റെ നന്മക്കായി. യഹോവ നല്ലവനും നീതിമാനും ആകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ വഴിയിൽ ഉപദേശിക്കുന്നു. അവൻ ദീനന്മാരെ നീതിയിൽ നടത്തുന്നു, അവൻ ദീനന്മാരെ തന്റെ വഴിയിൽ പഠിപ്പിക്കുന്നു. യഹോവയുടെ സകല പാതകളും അവന്റെ നിയമം കാത്തിരിക്കുന്നവർക്കു ദയയും സത്യവും ആകുന്നു. യഹോവേ, എന്റെ അകൃത്യം വലുതായതുകൊണ്ടു നിന്റെ നാമം നിമിത്തം അതിനെ ക്ഷമിക്കണമേ. യഹോവയെ ഭയപ്പെടുന്ന മനുഷ്യൻ ആര്? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴിയെ അവൻ പഠിപ്പിക്കും. അവന്റെ ആത്മാവ് നന്മയിൽ വസിക്കും, അവന്റെ സന്തതി ഭൂമിയെ അവകാശമാക്കും. യഹോവയുടെ രഹസ്യം അവനെ ഭയപ്പെടുന്നവർക്കുള്ളതു, അവൻ തന്റെ നിയമം അവർക്കു അറിയിക്കുന്നു. എന്റെ കണ്ണുകൾ എപ്പോഴും യഹോവയിലേക്കാണ്, അവൻ എന്റെ കാലുകൾ വലയത്തിൽ നിന്നു വിടുവിക്കും. എന്നിലേക്കു തിരിഞ്ഞ് എനിക്കു കൃപ കാണിക്കണമേ, ഞാൻ ഏകാകിയും കഷ്ടതയിലും ആകുന്നു. എന്റെ ഹൃദയത്തിലെ കഷ്ടതകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ പ്രയാസങ്ങളിൽ നിന്നു എന്നെ വിടുവിക്കണമേ. എന്റെ ദുഃഖവും കഷ്ടതയും കണ്ടു, എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കേണമേ, അവർ വർദ്ധിച്ചിരിക്കുന്നു, അവർ എന്നെ ക്രൂരമായ വൈരത്തോടെ ദ്വേഷിക്കുന്നു. എന്റെ ആത്മാവിനെ കാത്തു എന്നെ രക്ഷിക്കണമേ, ഞാൻ നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് ലജ്ജ വരുത്തരുതേ. സത്യസന്ധതയും നേർമയും എന്നെ കാത്തു സൂക്ഷിക്കട്ടെ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ.